ഈ മണ്ണ് മുതൽ മരത്തിന്റെ തടിയിലും ശിഖരങ്ങളിലും കായ്ച്ചു നിൽക്കുന്ന മൂട്ടിപ്പഴം എന്ന കാട്ടുപഴം ഒരു കൗതുക കാഴ്ചയാവുകയാണ്. എറണാകുളം സ്വദേശിയായ PJ മാത്യുവും കുടുംബവുമാണ് ഇത് സമൃദ്ധമായി വിളയിച്ചിരിക്കുന്നത്. ചുവന്ന് നിൽക്കുന്ന ഈ കാട്ടുപഴം കാണാൻ ദിവസവും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കാടുകളിൽ മാത്രം കണ്ടിരുന്ന ഈ പഴം, ആ മരം ഇപ്പോൾ ഇതാ നാട്ടിലും എത്തുന്നു എന്നറിയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടുവരാം. ഘട്ടത്തിലെ വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഫലവൃക്ഷമാണ് മൂട്ടിപ്പഴം. മണ്ണു മുതൽ തടിയിലും ശിഖരങ്ങളിലും കുലകുലയായി നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് ഈ പേര് വന്നത്. കാട്ടുനല്ലി, മൂട്ടിപ്പുളി എന്നൊക്കെ പ്രാദേശികമായി വിളിക്കുന്ന ഈ കാട്ടുപഴം മാത്യുവിന്റെ വീട്ടുവളപ്പിൽ കൗതുകമായി വിളഞ്ഞു നിൽക്കുകയാണ്. മരത്തിന് പ്രത്യേക രാസവളങ്ങളോ മറ്റ് രാസപരിപാലനങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല. മരത്തിന്റെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുടുംബസമേതമാണ് പരിചരണം. അതിൻ്റെ തൊണ്ട് അച്ചാറിടാം, കായ തിന്നാം, റംബൂട്ടാൻ പോലെ തിന്നാം. പിന്നെ കായാണ് നോക്കി രണ്ട് കായുള്ളതാണ് ഒന്നിച്ച് കുഴിച്ചിടുമ്പോൾ ആണും പെണ്ണുമായിട്ട് വരുന്നത്. ഞങ്ങൾ കയറ്റിയെടുത്തു, ഞങ്ങൾ ഓരോരുത്തർ കയറ്റിയെടുത്തു. താട് കെട്ടിയതൊക്കെ ഞങ്ങളാണ് ഇത് കെട്ടിയെടുത്തു. പിന്നെ വലിയ വളമൊന്നും ചെയ്യാൻ പോയില്ല, എന്നെങ്കിൽ തന്നെ ഇതിനകത്ത് പരിസരമൊക്കെ ക്ലിയറാക്കി നമ്മൾ ഇത് ചെയ്തത്. ബന്ധുവീട്ടിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് മൂട്ടിപ്പഴത്തിന്റെ തൈ കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് നട്ടത്. മണ്ണപ്പുറത്ത് ആങ്ങളയുടെ വീട്ടിൽ നിന്ന് ബേബിയുടെ ഇവിടെ കൊണ്ടുവന്ന് നട്ടത്. നട്ട് കഴിഞ്ഞാൽ ആദ്യം 5-8 വർഷമായപ്പം കാച്ചു കഴിഞ്ഞപ്പം പിന്നെ പഴമില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആൺമരം വേണമെന്ന് പറഞ്ഞു. പിന്നെ ആൺമരം കൊണ്ട് നട്ട് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ പഴം ഉണ്ടായത്. മധുരവും പുളിയും ചവർപ്പും ഒത്തുചേർന്ന പ്രത്യേക രുചിയാണ് മൂട്ടിപ്പഴത്തിൻ്റെത്. നേർത്ത പുറംതോട് നീക്കിയാൽ ഉള്ളിലെ മാംസള ഭാഗമാണ് കഴിക്കുന്നത്. 2-3 വിത്തുകളെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഫലഭാഗം വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ്. ശരീരോഷ്മാവ് കുറയ്ക്കാനും ദഹനം ത്വരിതപ്പെടുത്താനും രക്തശുദ്ധീകരണത്തിനും ഇത് ഏറെ ഉത്തമമാണ്. ചുവന്ന ബൾബുകൾ തെളിയിച്ചതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഈ ദൃശ്യഭംഗി കാണാൻ നിരവധി ആളുകളാണ് ദിവസവും എത്തിച്ചേരുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.